ചേച്ചിക്ക് നാളെ പോകണ്ടല്ലേ? എല്ലാം റെഡിയാക്കി വെച്ചോ? ആ പറ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാ. ചേച്ചി ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബോറാവും. എന്ത് വിഷമാവും അറിയോ ചേച്ചിക്ക്? എനിക്കറിയാൻ പറയൂ, പക്ഷേ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. പോയില്ലെങ്കിൽ ശരിയാവില്ല. ഒന്നില്ലെങ്കിലും ഞാൻ ഇത് ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതുമല്ല ഇവിടെ ഉള്ളവർക്കും സമാധാനമാവും. അപ്പം ഞാൻ എത്ര ദൂരം പോയാലും എൻ്റെ പാവ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അത് മതി എനിക്ക്. അതെ, സമയം ഒരുപാടായി. പോയി കിടന്ന് വാങ്ങാൻ നോക്ക്. നാളെ സ്കൂളിൽ പോണ്ടല്ലേ നിനക്ക്? ഞാൻ പോവൂല. അതെന്താ നീ പോവാത്തേ? അത് പിന്നെ എന്തായാലും ചേച്ചി നാളെ പോവല്ലേ, എപ്പോഴാ തിരിച്ചു വരാമെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചേച്ചിയുടെ ഇവിടെ കിടന്നുറങ്ങാന്ന്. അതാണോ കാര്യം? എന്നാ നീ ഇവിടെ കിടന്നു. എന്നാ വാ ചേച്ചി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. വാ ഉറങ്ങാം. ശരി, വാ ഉറങ്ങാം. ഏഞ്ചൽ, നീ റെഡിയായോ? ആ, ഞാൻ റെഡിയായി കഴിഞ്ഞു. എന്നാ പിന്നെ നീ താഴോട്ട് വാ, അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. പാകു അവിടെ തന്നെ ഉണ്ട്. ആ, ഞാൻ അങ്ങോട്ട് വരുവാ. എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ഏട്ടൻ്റെ മോളാ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്ര കാലം നോക്കിയത്. പിന്നെ ഏട്ടൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ നിന്നെ. മുംബൈയിൽ പോകുന്നത് നിന്റെ ഇഷ്ടത്തിന്. പിന്നെ മുംബൈ എന്ന് പറയുന്ന ചെറിയ സിറ്റിയൊന്നുമല്ല, അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സൂക്ഷിക്കണം. അത്ര നല്ല സ്ഥലമൊന്നുമല്ല മുംബൈ സിറ്റി എന്ന് പറയുന്നത്. പേര് കിട്ട സ്ഥലമാണെങ്കിലും നല്ലതിനല്ല പേര് കിട്ടേക്കുന്നത്. പിന്നെ അവിടെ എത്തിയാൽ വിളിക്കാൻ മറക്കണ്ട. ശ്രദ്ധിച്ച് വേണം പോവാൻ. ശരി ആൻറ്റി, ഞാൻ ശ്രദ്ധിച്ചോളാം. സൂക്ഷിച്ചു പോയിട്ട് വരണേ ചേച്ചി. അതിന് പോയിട്ട് വരാൻ വേണ്ടി അവൾ തിരിച്ചു വരുന്നില്ലല്ലോ. ആണോ ചേച്ചി പോയിട്ട് തിരിച്ചു വരില്ല? ഇല്ല ബാബൂസ്, ഞാൻ തിരിച്ചു വരില്ല. പഠിച്ചിട്ട് അവിടെ തന്നെ ജോലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ബാബു, ആൾ വരില്ല എന്ന്. അപ്പോ ചേച്ചിനെ കാണാനും വരൂല? അതിനെന്താ, ഈ ചേച്ചി ബാബുവിനെ കാണാണ്ടിരിക്കുവോ? കാണാൻ എന്തായാലും വരും. സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഇറങ്ങാൻ ഏഞ്ചലേ. കുറെ നേരം ഞാൻ ടാക്സിക്കാരൻ പുറത്തുനിന്ന് നിൽക്കുക. പിന്നെ ഞാൻ പറഞ്ഞൊന്നും നീ മറക്കണ്ട. ആ ശരി ആൻറ്റി, ഞാൻ ഇറങ്ങുക. എത്ര നേരമായി മോളെ ഞാൻ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഇനിയും താമസിച്ച ട്രെയിൻ പോവും. മോക്ക് നേരത്തെ കാലത്തൊന്നും പോകണ്ടായോ? സോറി അങ്കിളെ, എന്നാ നമുക്ക് പോവാം. ശരി, വണ്ടി വന്ന് കയറി. സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ എന്നാ പിന്നെ ശരി മോളെ, എനിക്കൊരു ഓട്ടോ ഉണ്ട്, ഞാൻ പോവാ. പിന്നെ മുംബൈ സിറ്റി എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മോള് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം കേട്ടോ പോവാൻ. ആ അങ്കിളെ, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താ നോക്ക്, കറക്റ്റ് ടൈമിങ്. ഞാൻ വരുന്ന ട്രെയിന്. ഇനി ഇവിടെ നിന്നൊരു ടാക്സി വിളിച്ചു വേണം പോവാൻ. ഹേയ് ടാക്സി. ഹലോ മാഡം, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ദേ ഇതിലുള്ള അഡ്രസ്സിലേക്ക് ഒന്ന് കൊണ്ടുപോകോ? ഓഫ് കോഴ്സ് മാഡം, മാഡം കയറിക്കോളൂ. ഇതേ മാഡം, മാഡം പറഞ്ഞ സ്ഥലം എത്തി. അപ്പോ ഇനി മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കേണ്ടത്. താങ്ക് യു ചേട്ടാ, ഇതാ കാശ്. എന്നാ ഓക്കെ മാഡം. അല്ല, ഹോസ്റ്റലല്ലേ വേണ്ടത്? ഇത് വീടാണല്ലോ. ഇതിൽ അഡ്രസ്സ് തന്നെയാണല്ലോ. കയറി നോക്കാം. അല്ല, ഇവിടെങ്ങും ആരുമില്ലേ? ഇതെന്താ ഒരു ലെറ്റർ? അല്ലേലും ഒറ്റയ്ക്ക് താമസിക്കുന്നതൊക്കെയാ നല്ലത്. അത് നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്തായാലും താക്കോലെടുത്ത് വീട് നോക്കാം. ആഹാ, വിചാരിച്ച പോലെ ഇല്ലല്ലോ. നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം, എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഇനി ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. അതെന്തായാലും നന്നായി. ഇനി ആ റൂമും കൂടെ ഒന്ന് പോയി നോക്കാം. റൂം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, ഞാൻ മറന്നേ പോയി. സമയം 9 മണിയായി. ഇന്ന് തന്നെ കോളേജിലേക്ക് പോയിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കണമെന്നല്ലേ പറഞ്ഞേക്കുന്നേ. പെട്ടെന്ന് റെഡി ആയിട്ട് പോയി കൊണ്ട് കൊടുക്കാം.
എന്നിട്ട് വന്നിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം. ഓ, അപ്പൊ ഇതാണ് നമ്മുടെ കോളേജ്. ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. അല്ല, ഇനിയിപ്പോ പ്രിൻസിപ്പളിന്റെ ഓഫീസോ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? ആരോടാ ഇപ്പൊ ഒന്ന് ചോദിക്കുക? ചേട്ടാ ഒന്ന് നിൽക്കൂ. വാട്ട്? എനിക്ക് പ്രിൻസിപ്പളിന്റെ ഓഫീസോ ഒന്നും അറിയില്ല, ഒന്ന് കാണിച്ചു തരുമോ? ഫോളോ മീ. ഓക്കേ. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇയാളുടെ മുഖം പോയിട്ട് കണ്ണു പോലും കാണുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ അറിയാം? അതെന്തേലൊക്കെ ആവട്ടെ. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ റൂം. ഓക്കേ, താങ്ക് യു ചേട്ടാ. ഇയാൾ എന്തോന്നും മിണ്ടാണ്ടങ്ങ് പോയേ. അതെന്തേലൊക്കെ ആവട്ടെ, ഞാൻ എന്റെ പണി ചെയ്യാൻ പോട്ടെ. കമിങ് സർ. യാ, കമിങ്. സർ, ഞാൻ ഏഞ്ചൽ. ഓ, ഏഞ്ചൽ, ഐ സി. എനിക്ക് മനസ്സിലായി. ഇരിക്കും. ഓക്കെ സർ. സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? അതെ സർ, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലുണ്ട്. എന്നാ ശരി, നാളെ മുതൽ ക്ലാസ്സിന് വന്ന് തുടങ്ങണം കേട്ടോ. ഓക്കെ സർ, നാളെ മുതൽ വരാം. ഇത് തന്നെയല്ലേ ക്ലാസ്? ചേട്ടൻ പറഞ്ഞതാണെന്നാണല്ലോ. മേ ഐ കമ്മിങ് മാഡം? യെസ്, ആരാ മനസ്സിലായില്ല? മാം, ഞാൻ ന്യൂ അഡ്മിഷനാ, ഏഞ്ചൽ. ഓ, ഏഞ്ചൽ, ഐ സി, മനസ്സിലായി. സ്റ്റുഡൻസ്, ഇത് ഏഞ്ചൽ, എല്ലാവരും പരിചയപ്പെടണം കേട്ടോ. പിന്നെ ഏഞ്ചൽ, താൻ ആ സീറ്റിൽ പോയിരുന്നോളൂ. ഓക്കെ മാം. ക്യാൻ ഐ സിറ്റ് ഹിയർ? യാ, ഓഫ് കോഴ്സ്. கனவா கனவா நான் காண்பது கனவா என் கண் முன்னே கடவுள் துகளா காற்றின் உடலா கம்பன் கவிதை மடலா இவள் தென்னாட்டின் நான்காம் கடலா சிலிகான் சிலையோ சிறுவாய் மலரோ എൻ്റെ കർത്താവേ, ഇതെന്തൊരു ബോറടിയാന്ന് പറ. ക്ലാസ്സിലാണെങ്കിൽ ഭയങ്കര ബഹളവും, ടീച്ചർമാർ പഠിപ്പിക്കുന്നിട്ട് ഒന്നും മനസ്സിലും ആവുന്നില്ല. ഈ കൊച്ചു മൊത്തം പഠിത്തമാണല്ലോ, ബുക്കിൽ നിന്ന് കണ്ണെടുക്കൂലേ? ഹലോ കുട്ടി. എന്താ? സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഓ, അതിനെന്താ, പരിചയപ്പെടാലോ. ബൈ ദ വേ, ഞാൻ ഏഞ്ചൽ. ഞാൻ അന്ന. ഞാനിവിടെ പുതിയതായതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല. തനിക്ക് എൻ്റെ ഫ്രണ്ട് ആവാൻ പറ്റുമോ? അതിനെന്താ, ആവാലോ. എനിക്കിവിടെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി മുതൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ. എല്ലാവരും മിണ്ടാതിരിക്കും, എഡ്വിൻ സാർ വരുന്നുണ്ട്. ആരായി എഡ്വിൻ സാറ്? അങ്ങോട്ട് നോക്ക്, ആ വരുന്നത് ആള്. ഹലോ ഗൈസ്, ആദ്യം തന്നെ പറയാം, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ പനിയായതുകൊണ്ട് എൻ്റെ വോയിസ് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇന്ന് സെക്കൻഡ് എപ്പിസോഡ് ഓൾറെഡി പോയതായിരുന്നല്ലോ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് എപ്പിസോഡ് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറേ നോക്കി, കുറേ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ സെക്കൻഡ് എപ്പിസോഡ് വീണ്ടും വിട്ടേ. കാരണം ഇതിൻ്റെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത എപ്പിസോഡ് 2 അല്ല 3 ഇടാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ 3 എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതാണ് ഒരു സത്യം. കാരണം ഈ സെക്കൻഡ് എപ്പിസോഡില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും എന്നുള്ള കുറേ ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കുറേ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഓഡിയോ ഒക്കെ എടുത്ത് വീണ്ടും ക്ലിപ്സ് എല്ലാം കണ്ടുപിടിച്ച് ചെയ്തത്. പിന്നെ ഇതിൽ ലെന്ത് കുറവാണ്,
അത് വേറൊന്നും കൊണ്ടല്ല. ഇതിന് ഞാൻ കുറച്ച് സോങ്ങിന്റെ കുറച്ച് സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞതിൽ ലെന്ത് ഉണ്ടായിരുന്നു സോങ്ങിൽ. പിന്നെ ഈ സെക്കൻഡ് എപ്പിസോഡ് ഞാൻ ആദ്യം ഇട്ടപ്പം എവിടെ വരെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ വരെയാണ് ഇത് വീണ്ടും സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നേരത്തെ സെക്കൻഡ് എപ്പിസോഡ് കണ്ടവരുണ്ടാവും, അവർക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ കറക്റ്റ് രീതിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ഒക്കെ കമൻറ്റ് ഇടണം. എന്നാലേ എനിക്കിത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എപ്പിസോഡ് 3 പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ ബൈ.